ഇന്ന് നമ്മളൊരു ഈസി പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് സമയം മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കാനായിട്ട് 500 ml പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. ശേഷം മറ്റൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുള്ള പാലിലേക്ക് നമുക്കിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടാവരുത്, ഏറ്റവും ചെറിയ ചൂട് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയം തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും 1 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നിർത്താണ്ട് ഇളക്കിയിട്ട് വേണം ഇതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി ഇതുപോലെ തിക്കായി വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ, 1/2 കപ്പ് വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാലിലേക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിക്കാം. കോൺഫ്ലോർ ഒഴിച്ച് ഉടനെ തന്നെ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ ഇതുപോലെ നിർത്താണ്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത്, ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാലിൻ്റെ മിക്സ് പകുതിയോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുഡിങ് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ കുറച്ച് മുന്തിരി കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെക്കാം. ഇനി അതൊന്നും ഇല്ല എങ്കിൽ ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ശേഷം ബാക്കി വന്നിട്ടുണ്ടായിരുന്ന പാൽ കുറുക്കിയെടുത്തതുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഒഴിക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തവി വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ പുഡിങ്ങിന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇതുപോലെ കുറച്ച് കൊക്കോ പൗഡർ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.